ഹായ് ഓൾ, വെൽക്കം ടു അവർ അനദർ ലൈവ് സെഷൻ. ഇപ്പൊ നമ്മുടെ എക്സാം കാര്യങ്ങളൊക്കെ കഴിയാറായി അല്ലേ? അപ്പൊ നമ്മുടെ മെഗാ ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്നത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ലൈവ് സെഷനും നിങ്ങൾക്ക് അതുപോലെ തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ഒരു ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MMPC 007 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മിസ്സാവാതെ കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഈ ഒരു MMPC 007 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി കോർപ്പറേറ്റ് വേൾഡ് ആണ് അല്ലെ? എന്താണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് ആ ഒരു റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസിഡേർഡ് ദി ലൈഫ് ലൈൻ ഓഫ് എനി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷന്റെയും ഒരു ലൈഫ് ലൈൻ ആയിട്ടാണ് നമുക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പറയാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെൻട്രൽ ടു ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇന്ററാക്ടിംഗ് വിത്ത് superior co-workers and subordinate through various medium like email, report and meeting. അപ്പൊ നമുക്ക് ഡിഫറൻസ് ആയുള്ള രീതിയിൽ ഇപ്പൊ ഇമെയിൽസിലൂടെ അതുപോലെ തന്നെ റിപ്പോർട്ട്സ് മീറ്റിംഗ്സിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സബോർഡിനേറ്റിനോട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കോ വർക്കേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എല്ലാ ബിസിനസ് ആക്ടിവിറ്റിന്റെയും ഒരു സെൻട്രൽ ആയിട്ട് നമുക്ക് പറയാം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്? ഇൻഫോർമേഷൻ ഷെയറിംഗ്. It is the primary vehicle for sharing information required for decision making and routine operations ആണ്. അപ്പൊ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു റുട്ടീൻ ഓപ്പറേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പ്രൈമറി വെഹിക്കിൾ ആണ് ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രൊഫഷണൽ സക്സസ് പറയുന്നുണ്ട് അല്ലെ? എന്താണ് പ്രൊഫഷണൽ സക്സസിൽ പറയുന്നത്? അക്കാഡമിക് റെക്കോർഡ് alone do not guarantee success. A candidate must be able to convey ideas effectively in interviews and presentations. നമുക്കറിയാം അക്കാദമിക് ആയുള്ള ഒരുപാട് റെക്കോർഡ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് നമുക്കൊരു സക്സസ് അക്യുറേറ്റ് ആയുള്ള ഒരു സക്സസ് ഗ്യാരണ്ടി ചെയ്യണമെന്നില്ല അല്ലെ? അപ്പൊ കാൻഡിഡേറ്റ് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ മാനേജർ ആൻഡ് ഓൺട്രപ്രണേഴ്സ് ആർ നോട്ടഡ് ഫോർ ദിയർ സൂപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിസിബിലിറ്റി കാര്യങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയുള്ള മാനേജേഴ്സിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒക്കെ ഒരു മെയിൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലാണ് അല്ലെ? അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കൊരു പ്രൊഫഷണൽ സക്സസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓർഗനൈസേഷണൽ ഫംഗ്ഷനിങ് ആണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. For example, top management communicate rule and procedures to staff while employees submit report to keep management informed. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ ആ ഒരു ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് അവരുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ എംപ്ലോയീസ് അവരുടെ റിപ്പോർട്ട്സ് കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പ് മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ലെവലില് ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ഗോൾ അലൈൻമെന്റ്. It focuses communication on the specific aims and objective of the organization, ensuring all stakeholders are working
ടുവേർഡ് ദി സെയിം ഗോൾ ആണ്. അപ്പൊ എല്ലാ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് എല്ലാവരും അതിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും ആ ഒരു സെയിം ഗോളിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ഉണ്ടായിരിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അതൊരു സ്പെസിഫിക് എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സുമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ടായിരിക്കും എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു പ്രൊഫഷണൽ സക്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഫംഗ്ഷനിങ് ആൻഡ് ഗോൾ അലൈൻമെന്റ്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ പേപ്പർ. അപ്പൊ എന്തായാലും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ല അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് വാട്ട് ആർ ദി 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതും ഇമ്പോർട്ടൻസ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കറിയാം നിങ്ങളിപ്പോ ഒരുപാട് എക്സാം എഴുതി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതണം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു 7 C's എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് എന്താണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇൻ ദ ബിസിനസ് വേൾഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്. അപ്പൊ ഈ ഒരു ബിസിനസ് നമുക്കറിയാം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ അവിടെ ബിസിനസ് സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ഫാക്ടർ ആണ് എഫക്റ്റീവ് ആയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് അപ്ലൈസ് ടു ബോത്ത് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് പല രീതിയിൽ ഓറൽ ആയിട്ടും റിട്ടൺ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് ദി 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് us കൺവേ മെസ്സേജ് ക്ലിയർലി, ഇംപ്രൂവ് എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 7 C'കൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ആ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് മെസ്സേജസ് കാര്യങ്ങൾ കൺവേ ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയി എൻഗേജ്മെന്റ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് 7 C's എന്നുള്ളത് ആദ്യം ഒന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. ആൻഡ് അതിനുശേഷം ഓരോന്നും നമുക്ക് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട് ക്ലാരിറ്റി, അതുപോലെ തന്നെ കറക്റ്റ്നെസ് ആൻഡ് കൺസൈസ്നെസ്, ദെൻ കോർട്ടസി, കോൺക്രീറ്റ്നെസ്, കൺസിഡറേഷൻ, കംപ്ലീറ്റ്നെസ്. ഇതാണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാരിറ്റി ആണ്. അതായത് ക്ലാരിറ്റി മീൻസ് സെൻഡിങ് one clear message at the time rather than trying to communicate too many ideas at once. അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഐഡിയാസിനെ കുറിച്ചൊരു ക്ലിയർ നോളജ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് മെസ്സേജസുകൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അറ്റ് എ ടൈം നമ്മൾ എന്താണ് വൺ ക്ലിയർ മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുക അല്ലെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യുക, വൺ ക്ലിയർ മെസ്സേജ് കൃത്യമായിട്ട് സെൻഡ് ചെയ്യുക. ആ ഒരു ക്ലാരിറ്റി മെയിൻ ആയിട്ടും കീപ്പ് ചെയ്യണം. അതാണ് കമ്മ്യൂണിക്കേഷന്റെ 7 C's ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് റിക്വയർ ദ യൂസ് ഓഫ് സിമ്പിൾ പ്രിസൈസ് ലാംഗ്വേജ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ലാംഗ്വേജസ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ കറക്റ്റ്നെസ് പറയുന്നുണ്ട്. കറക്റ്റ്നെസ് മീൻസ് യൂസിങ് അക്യുറേറ്റ് ലാംഗ്വേജ്, ഗ്രാമർ, ഫാക്ട് ആൻഡ് ഡാറ്റ. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമർ ആയിക്കോട്ടെ ഡാറ്റാസുകൾ ആയിക്കോട്ടെ അത് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ലാംഗ്വേജസിൽ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കറക്റ്റ് മെസ്സേജ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ പ്രോപ്പർ ആയിട്ട് റിസീവർക്ക് ആ ഒരു ഐഡിയാസ് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കറക്റ്റ്നെസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ കൺസൈസ്നെസ് ആണ് പറയുന്നത്. അപ്പൊ കൺസൈസ്നെസ് മീൻസ് എക്സ്പ്രസിംഗ് ഐഡിയ യൂസിങ് ദ ഫ്യൂവസ്റ്റ് ബട്ട് മോസ്റ്റ് എഫക്റ്റീവ് വേർഡ് ആണ്. അപ്പൊ ഏറ്റവും വളരെ ഫ്യൂവസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പക്ഷെ എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഐഡിയാസ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് ഇറ്റ് അവോയ്ഡ് അൺനെസസറി റിപ്പീറ്റേഷൻ ആൻഡ് ലെങ്തി സെന്റൻസസ്. അൺനെസസറി ആയിട്ടുള്ള റിപ്പീറ്റേഷൻസ് കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് കൺസൈസ്നെസ്സിൽ പറയുന്നത്.
Then courtesy പറയുന്നുണ്ട് അവിടെ എന്താണ് courtesy involve showing respect, politeness and consideration toward others ആണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു പൊളൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടത്താം. ആൻഡ് അപ്പൊ ഒരു നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും ആൻഡ് ഒരു ഗുഡ് വില്ല് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നു. Then next points പറയുന്നത് concreteness ആണ്. Concreteness means being specific and clear rather than vague. It's avoid confusion and double meaning ആണ്. അപ്പൊ ഡബിൾ മീനിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആയിട്ട് വരുന്ന വേർഡ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസുകൾ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സെന്റൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും. Then consideration പറയുന്നുണ്ട് അല്ലെ. കൺസിഡറേഷൻ മീൻസ് കീപ്പിംഗ് ദ ഓഡിയൻസ് ഇൻ മൈൻഡ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ നമ്മുടെ ഓഡിയൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവരെപ്പോഴും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ അവരുടെ കൾച്ചേഴ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, നീഡ്സ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു റെസ്പെക്ട് അവരെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം നല്ലതാവില്ല. അപ്പൊ അവരെയും കൂടെ നമ്മുടെ ആ ഒരു റിസീവർ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആരാണോ അവരെയും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആ ഒരു കൺസിഡറേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then last one completeness ആണ്. Completeness means a message contain all necessary information. A complete message help the receiver understand and act correctly. അപ്പൊ നമ്മൾ ഒരു ഐഡിയാസോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിരിക്കണം അല്ലെ. ഇൻകംപ്ലീറ്റ് ആയുള്ള സെന്റൻസ് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല എന്താണ് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിട്ടുള്ളതായിരിക്കണം. ആൻഡ് എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാരിറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ കറക്റ്റ്നെസ്, ദെൻ കൺസൈസ്നെസ്, ദെൻ കോർട്ടസി പറയുന്നുണ്ട്, ദെൻ പിന്നീട് പറഞ്ഞതാണ് കോൺക്രീറ്റ്നെസ്, കൺസിഡറേഷൻ ആൻഡ് കംപ്ലീറ്റ്നെസ്. ഇതാണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി യു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി യു ആറ്റിറ്റ്യൂഡ്, എന്താണ് യു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. The U attitude is receiver centered approach to communication ആണ്. അപ്പൊ ഈ ഒരു U attitude എന്ന് പറയുന്നത് ഒരു റിസീവർ സെന്റേർഡ് ആയിട്ടുള്ള, റിസീവറെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് U attitude എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ I or we, the communicator emphasize U, highlighting the needs, interest and benefit of the receiver ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ അല്ലെങ്കിൽ വി എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്താണ് യു എന്നുള്ള ഒരു വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് റിസീവർക്ക് അവിടെ കുറച്ചും കൂടെ എന്താണ് അവരുടെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു യു ആറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത് അല്ലെ. ദ മെയിൻ പർപ്പസ് ഈസ് ടു motivate the listener by showing how a message, decision or action affect the positively. അപ്പൊ ഇതിന്റെ മെയിൻ പേർപ്പസ് ആയിട്ട് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ആ ഒരു ലിസണറെ മോട്ടിവേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഡിസിഷനോ ആക്ഷൻസോ എടുക്കുന്ന സമയത്ത് അത് അവരെ പോസിറ്റീവായിട്ട് എങ്ങനെ അഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യു ആറ്റിറ്റ്യൂഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പൊ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് മെയിൻ ആയിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് റിസീവറെയാണ്. അതായത് ഈ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്, റിട്ടൺ ബൈ കീപ്പിംഗ് ദ റിസീവേഴ്സ് നീഡ്, എക്സ്പെക്ടേഷൻ ആൻഡ് ഫീലിംഗ് ഇൻ മൈൻഡ്. നമ്മൾ ഈ ഒരു യു ആറ്റിറ്റ്യൂഡ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, റിസീവറെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അവരുടെ ആ ഒരു നീഡ്സ്, എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മെസ്സേജസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് എംഫസൈസ് ഓൺ ബെനഫിറ്റ്സ് ആണ്. ഇറ്റ് ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ദ ഇൻഫർമേഷൻ ഒരു ഡിസിഷൻ ബെനഫിറ്റ് ദി റിസീവർ ആണ്. അപ്പൊ കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഫോർമേഷൻ എങ്ങനെയാണ് റിസീവർക്ക് ബെനഫിറ്റ്സ് ആവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻസർ പിന്നീട് വരുന്നതാണ് പോസിറ്റീവ് ആൻസർ കേർട്ടസ് ലാംഗ്വേജ് ആണ്. ആ ഒരു ടോൺ റിമൈൻ പൊളൈറ്റ്, റെസ്പെക്ട്ഫുൾ ആൻഡ് എൻകറേജിങ് ടു അവോയ്ഡ് നെഗറ്റിവിറ്റി ആണ്. അപ്പൊ ആ ഒരു യു ആറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഒരു പൊളൈറ്റ് അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ്
അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ മാക്സിമം അവിടെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ സൈക്കോളജിക്കൽ അപ്പീൽ ആണ്. ദ മെസ്സേജ് അപ്പീൽ ടു ദി റിസീവർ ഇൻട്രസ്റ്റ് മേക്കിംഗ് ദം മോർ വില്ലിംഗ് ടു റെസ്പോണ്ട് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയാറില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ കുറച്ചും കൂടെ റെസ്പോണ്ട് ചെയ്യാനും അവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സൈക്കോളജിക്കൽ അപ്പീൽ ആണ് എന്നുള്ളത് പറയാം. ഇതാണ് അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഫോക്കസ് ഓൺ ദി റിസീവർ ആണ്, എംഫസൈസ് ഓൺ ബെനിഫിറ്റ്, പോസിറ്റീവ് ആൻഡ് കേർട്ടസ് ലാംഗ്വേജ് ആൻഡ് സൈക്കോളജിക്കൽ അപ്പീൽ ആണ് അല്ലെ. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് യു ആറ്റിറ്റ്യൂഡ് മേക്സ് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എന്താണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ദെൻ ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് ക്രിയേറ്റ് ഗുഡ് വിൽ ആൻഡ് സ്ട്രെങ്തൻ ബോണ്ട് വിത്ത് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ റിസീവറെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എൻകറേജ് കോപ്പറേഷൻ. ഇവിടെ പറയുന്നുണ്ട് പീപ്പിൾ കോപ്പറേറ്റ് മോർ റെഡ്ലി വെൻ ദേ ക്യാൻ സീ പേഴ്സണൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അവർ ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ അവർ കോപ്പറേറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നു. ആൻഡ് കോൺഫ്ലിക്റ്റ് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ റിസീവറുടെ വ്യൂ പോയിന്റിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി യു ആറ്റിറ്റ്യൂഡ് ആണ്. മേക്ക് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ്, ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ എൻകറേജ് കോപ്പറേഷൻ, ദെൻ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാ വി കനോട്ട് അപ്രൂവ് യുവർ റിക്വസ്റ്റ്. അപ്പൊ അവിടെ വി എന്ന് പറയുന്നതിന് പകരം എന്താണ് നമ്മൾ യു ക്യാൻ ഗെറ്റ് അപ്രൂവൽ ഫാസ്റ്റർ ബൈ സബ്മിറ്റിംഗ് ദ റിക്വയർഡ് ഡോക്യുമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫാസ്റ്റ് ആയിട്ട് അപ്രൂവൽ കാര്യങ്ങൾ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എന്താണ് റിസീവർക്ക് ഒരു ബെനഫിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു നെഗറ്റീവ് ആയ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് യു ആറ്റിറ്റ്യൂഡിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. അപ്പൊ വി കനോട്ട് അപ്രൂവ് യുവർ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്ട്ലി പറയാണ് നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ റിസീവർക്ക് അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരും. അപ്പൊ അത് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യു ആറ്റിറ്റ്യൂഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ എന്താണ് യു ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളതാണ് വാട്ട് ആർ ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ഇനി 3 ടൈപ്സ് ഓഫ് ബാരിയർ. അപ്പൊ ഇതും ഇമ്പോർട്ടൻസ് ആണ്, ഈ ഒരു ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ഈസ് എനിത്തിങ് ദാറ്റ് സ്റ്റോപ്പ് എ മെസ്സേജ് ഫ്രം ബീങ് റിസീവ്ഡ് ഓർ അണ്ടർസ്റ്റുഡ് ഇൻ ദ വേ ദ സെൻഡർ ഇന്റൻഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻഡർ മെസ്സേജ് അയക്കുന്നു, ആ റിസീവർക്ക് കിട്ടുന്ന സമയത്ത് മേ ബി അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിട്ട് ആ ഒരു മെസ്സേജ് അവിടെ സ്റ്റോപ്പ് ആവുക, അല്ലെങ്കിൽ അവിടെ എന്താണ് റിസീവർ എടുക്കുന്ന മെസ്സേജ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ബാരിയേഴ്സ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. ഓക്കെ, and these barriers are usually grouped into 3 main types. അപ്പൊ 3 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ബാരിയേഴ്സ് പറയാനുള്ളത്. ഇൻട്രാപേഴ്സണൽ ബാരിയർ, ഇന്റർപേഴ്സണൽ ബാരിയർ ആൻഡ് ഓർഗനൈസേഷണൽ ബാരിയർ. ഓക്കെ, അപ്പൊ എന്താണ് ഇൻട്രാപേഴ്സണൽ ബാരിയർ എന്ന് പറയുന്നത്? അപ്പൊ ഇൻട്രാപേഴ്സണൽ ബാരിയർ എന്ന് പറയുമ്പോൾ ബാരിയർ ഇൻസൈഡ് എ പേഴ്സൺ ആണ്, നമ്മുടെ ഉള്ളിലുള്ള ബാരിയേഴ്സ് ആണ് ഇൻട്രാപേഴ്സണൽ ബാരിയർ എന്ന് പറയും. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ചില ഇഷ്യൂസുകൾ അല്ലെങ്കിൽ ചില കൺസ്ട്രെയിൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഇൻട്രാപേഴ്സണൽ ബാരിയേഴ്സിൽ പറയുന്നത്. അപ്പൊ ദിസ് ബാരിയേഴ്സ് കം ഫ്രം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഇൻഡിവിജ്വൽ ആണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു ബാരിയർ ആണ് ഇൻട്രാപേഴ്സണൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ പേഴ്സന്റെ അല്ലെ, they depends on a person's thinking, background and personality. ഒരാളുടെ തിങ്കിങ്, പേഴ്സണാലിറ്റി, ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ബാരിയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും.
അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് റോങ് ആയിട്ടുള്ള അസംഷൻസ്. ദ സെൻഡർ അസ്യൂം ദ ലിസണർ ഓൾറെഡി നോസ് ദി ഇൻഫോർമേഷൻ. ഇപ്പൊ സെൻഡ് ചെയ്യുന്ന ആള് വിചാരിക്കുകയാണ് ഇത് റിസീവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് എന്നുള്ള ഒരു അസംഷന്റെ ബേസിസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവിടെ ഒരു ബാരിയർ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു റോങ് അസംഷന്റെ ബേസിസിൽ ഇൻട്രാ പേഴ്സണൽ ബാരിയേഴ്സ് നടക്കാറുണ്ട്. ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസെപ്ഷൻസ്. നമുക്കറിയാം നമ്മൾ എല്ലാവരും ഡിഫറൻസ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ പീപ്പിൾ ഇന്റർപ്രറ്റ് ദ സെയിം സിറ്റുവേഷൻ ഇൻ ഡിഫറെന്റ് വേസ്. നമ്മളൊരു സെയിം സിറ്റുവേഷനെ ഡിഫറെന്റ് രീതിയിലായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡിഫറെന്റ് പെർസെപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നിന്ന് വരുന്ന ആളുകളാണ്. നമ്മുടെ കൾച്ചേഴ്സ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലാംഗ്വേജസ് ആയിക്കോട്ടെ, ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കാറ്റഗറിക്കൽ തിങ്കിങ് ആണ്. എ നോ ഇറ്റ് ഓൾ ആറ്റിറ്റ്യൂഡ് ദാറ്റ് റിജക്ട് ന്യൂ ഐഡിയാസ്. ഇപ്പൊ ചില ആളുകളുണ്ട് എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെ, എല്ലാം അറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്താണ് മറ്റുള്ള ആളുകളിൽ നിന്നും അഡ്വൈസോ അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അത്തരം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ബാരിയേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇൻട്രാ പേഴ്സണൽ ബാരിയേഴ്സ് ആയിട്ട് പറയുന്നത്. റോങ് അസംഷൻ, ഡിഫറെന്റ് പെർസെപ്ഷൻ, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്, കാറ്റഗറിക്കൽ തിങ്കിങ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്കതിൽ പറയാനുള്ളത് ഇന്റർ പേഴ്സണൽ ബാരിയേഴ്സ് ആണ്. അപ്പൊ ഇന്റർ പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ പീപ്പിൾ ആണ് അല്ലെ, ആളുകൾ തമ്മിൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന ബാരിയേഴ്സുകൾ, അതാണ് ഇന്റർ പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേര് സംസാരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരം ബാരിയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കുക. അതിപ്പോ മെയിൻ ആയിട്ടും ലിമിറ്റഡ് ആയുള്ള വൊക്കാബുലറി ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, അതായത് ഇപ്പൊ നോട്ട് നോയിങ് ദ റൈറ്റ് വേർഡ് മേക്ക് ദ മെസ്സേജ് അൺക്ലിയർ. രണ്ടുപേര് സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിലാണ് സംസാരിക്കുന്നത് എങ്കിൽ അവിടെ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മെസ്സേജസ് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ആ ഒരു ലിമിറ്റഡ് വൊക്കാബുലറി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഇമോഷണൽ ഔട്ട് ബേഴ്സ്റ്റ് ആണ്, അതായത് സ്ട്രോങ് ഇമോഷൻ ലൈക്ക് ആങ്കർ ഓർ ഫിയർ അഫക്ട് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേടിയോട് കൂടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ആ ഒരു ബാരിയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് സെലക്റ്റീവ് ലിസണിങ് ആണ്. ചില ആളുകളുണ്ട്, നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ കേൾക്കുന്നുണ്ടായിരിക്കുക. ലിസണിങ് ഓൺലി വാട്ട് വൺ വാണ്ട്സ് ടു ഹിയർ. അവർക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് മാത്രമായിരിക്കും അവർ അവരുടെ മൈൻഡിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സെലക്റ്റീവ് ലിസണിങ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ബാരിയേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ നോയിസ് ആണ്, ലൗഡ് സൗണ്ട്സ്, പുവർ നെറ്റ്വർക്ക്, ബാഡ് ഹാൻഡ് റൈറ്റിംഗ്, ഡിസ്ട്രക്ട് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഇനി നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് മെസ്സേജസ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവണമെന്നില്ല അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ആ ഒരു ഇന്റർ പേഴ്സണൽ ബാരിയേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ രണ്ട് പേര് സംസാരിക്കുമ്പോൾ ആ ഒരു മെസ്സേജിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്തരം പോയിന്റ്സുകൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സ് ഇൻ വർക്ക് പ്ലേസ് അല്ലെ, വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ബാരിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അത് മേ ബി റൂൾസ്, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ പറയുന്നത് ടു മെനി ലെവൽസ്. അപ്പൊ മെസ്സേജ് പാസസ് ത്രൂ മെനി പീപ്പിൾ ആൻഡ് മേ ബിക്കം ചേഞ്ച്ഡ്, ഡിലേഡ് ഓർ ലോസ്റ്റ്. അപ്പൊ ടു മെനി ലെവൽസ്. ഇപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ്, ആൻഡ് മിഡിൽ ലെവലിൽ പോയി ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ലെവലോട്ട് വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് മേ ബി എന്താണ് ഡൈവേർട്ട് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ടു മെനി ലെവൽസ് അവിടെ വരുന്ന ഒരു ബാരിയർ ആണ്. ദെൻ ഫിയർ ഓഫ് സുപ്പീരിയർ. ഇപ്പൊ എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ അവരുടെ സുപ്പീരിയർ അവർക്ക് പേടിയാണ് എന്നുണ്ടെങ്കിൽ മേ ബി അവരെന്താണ്, അവര് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പൊ അത്തരം ബാരിയേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആണ്. ഇപ്പൊ ടു മച്ച് ഇൻഫോർമേഷൻ വൺസ് കോസസ് കൺഫ്യൂഷൻ ആൻഡ് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് മേ ബി മിസ്ഡ്. ഇപ്പൊ ഒരു സുപ്പീരിയർ എന്താണ് എംപ്ലോയിനെ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അല്ലെ. അപ്പൊ ഒറ്റ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ആ ഒരു എംപ്ലോയിക്ക് മൊത്തമായിട്ടും കൺഫ്യൂഷൻ ആയിരിക്കും, ആൻഡ് ഇമ്പോർട്ടന്റ് ആയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് ഒരു ബാരിയർ ആയിട്ട് നമുക്ക് പറയാം. ദെൻ റോങ് മീഡിയ ആണ്, യൂസിങ് ആൻ അൺസ്യൂട്ടബിൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഫോർ മെസ്സേജ്. അപ്പൊ മെസ്സേജ് കൺവേ ചെയ്യാൻ നമ്മളൊരു അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് ബാരിയേഴ്സ് കാര്യങ്ങൾ
ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 രീതിയിലാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇൻട്രാ പേഴ്സണൽ ബാരിയേഴ്സ്, ഒരാളുടെ ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ നടക്കുന്ന ബാരിയേഴ്സ് ആണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. ഇന്റർ പേഴ്സണൽ എന്ന് പറയുമ്പോൾ 2 ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ അവർക്കിടയിൽ ഉണ്ടാവുന്ന ബാരിയേഴ്സ് ആണ്. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിന് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിഫറൻസ് ടൈപ്സ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഫീലിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഐഡിയാസും നോളജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 2 രീതിയിലാണ് മെയിൻ ആയിട്ടും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ 2 മെസ്സേജസ് കൺവേ ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ അത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റ് ആൻഡ് സ്ട്രക്ചേർഡ്, മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ കൺവേയിങ് ഡീറ്റെയിൽഡ് ആൻഡ് ഫോർമൽ ഇൻഫോർമേഷൻ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സ്ട്രക്ചേർഡ് രൂപത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാനേജർ ഗിവിംഗ് ജോബ് ഇൻസ്ട്രക്ഷൻ ഓറലി ടു എംപ്ലോയീസ്. എംപ്ലോയീസിനെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യാണ്, എല്ലാവർക്കും അവരുടെ ജോബിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അതിൽ 2 ടൈപ്സ് പറയുന്നുണ്ട് അല്ലെ. എന്താണ് 2 ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്? ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഒന്നെങ്കിൽ നമുക്ക് സ്പോക്കൺ വേർഡ്സ്, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ടെലഫോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ് നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു സ്പോക്കൺ വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുള്ളത്. ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽസ് ആയിട്ടോ റിപ്പോർട്ട്സ് ആയിട്ടോ മാനുവൽസ് ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മെസ്സേജില് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുക, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു റിട്ടൺ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുള്ളത്. അപ്പൊ ഇതാണ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ആണ്. നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, മെസ്സേജസ് കാര്യങ്ങൾ കൺവേ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഗസ്റ്റേഴ്സ്, പോസ്റ്റർ, ഐ കോണ്ടാക്ട്സ്, സിംബൽസ് ആൻഡ് സൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതില് ടൈപ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കിനസിക്സ് പറയുന്നത് നമ്മൾ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗസ്റ്റേഴ്സ്, പോസ്റ്റർ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കിനസിക്സ് എന്ന് പറയുന്നത്. ദെൻ സൈൻ ലാംഗ്വേജസ് ഉണ്ട് അല്ലെ, വിഷ്വൽ സിംബൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെസ്സേജസുകൾ കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ പ്രോക്സിമിക്സ് ആണ്, the study of how people use space during communication ആണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം സ്പേസ് കാര്യങ്ങൾ എടുക്കുന്നത് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് പ്രോക്സിമിക്സ് എന്ന് പറയാറുള്ളത്. ഇപ്പൊ ഡിഫറെന്റ് സോൺസ് ഉണ്ട്, അപ്പൊ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ഇന്റിമേറ്റ്, പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പബ്ലിക് സോൺ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഫോർമാലിറ്റി ലെവൽ കാര്യങ്ങൾ, ഇന്ററാക്ഷന്റെ ഫോർമാലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻസർ ക്രോണമിക്സ് പറയുകയാണെങ്കിലോ ദ സ്റ്റഡി ഓഫ് ഹൗ ടൈം ഈസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ഇന്ററാക്ഷൻസ് ആണ്. നമ്മൾ ഇന്ററാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനാണ് ക്രോണമിക്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മുടെ പഞ്ച്വാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്.
Then para language ആണ് communication that goes beyond words including tone of voice, pitch or speed of speech ആണ്. അപ്പൊ beyond the words അല്ലെ, അതിനപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ വോയിസിന്റെ ടോണ് കാര്യങ്ങളൊക്കെ മാറും. ഒരു എക്സ്റ്റെൻഡ് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആങ്കർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ടോണ് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ മാറും. അതാണ് പാരാ ലാംഗ്വേജ് എന്ന് പറയാറ്. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ. രണ്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് അതിൽ പറയാനുള്ളത്. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്പോക്കൺ വേർഡ്സിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ വേർഡ്സിലൂടെ നമ്മൾ മെസ്സേജസ് കൺവേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നോൺ വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്, വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ആണ്. വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, മെസ്സേജസ് കൺവേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ നമുക്ക് പറയാനുള്ളതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോക്സിമിക്സ് ആൻഡ് ക്രോണമിക്സ് ഗിവിംഗ് എക്സാമ്പിൾ എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് പ്രോക്സിമിക്സ് ആൻഡ് ക്രോണമിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു പ്രോക്സിമിക്സ് ആൻഡ് ക്രോണമിക്സ് ആർ ടു ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ടൈപ്സ് ആണ് ഈ ഒരു പ്രോക്സിമിക്സ് ആൻഡ് ക്രോണമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബോത്ത് കൺവേ മീനിങ് വിത്തൗട്ട് ദി യൂസ് ഓഫ് വേർഡ്സ്. അപ്പൊ വേർഡ്സ് യൂസ് ചെയ്യാതെ മീനിങ് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ അതെന്താണ്, അതിന്റെ ഡിഫറൻസ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പ്രോക്സിമിക്സ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഓഫ് സ്പേസ് ആണ് പറയുന്നത്. അതായത് പ്രോക്സിമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ഡിസ്റ്റൻസ് പീപ്പിൾ കീപ് വൈൽ കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ എടുക്കുന്ന ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലെ, അത് സ്റ്റഡി ചെയ്യുന്നതാണ് പ്രോക്സിമിക്സ് എന്ന് പറയാറുള്ളത്. അപ്പൊ ദ സ്പേസ് ബിറ്റ്വീൻ പീപ്പിൾ ഷോ ദെയർ കംഫർട്ട് ലെവൽ ആൻഡ് റിലേഷൻഷിപ്പ്. എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പേസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ആ ഒരു കംഫർട്ട് ലെവൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എഡ്വാർഡ് ടി ഹോൾ ഡിഫൈൻസ് എ 4 സോൺ. അപ്പൊ ഈ ഒരു പ്രോക്സിമിക്സിൽ, അതായത് ആ ഒരു സ്പേസിൽ നമുക്ക് ഡിഫറൻസ് ആയുള്ള 4 സോൺസിലൂടെയാണ് അദ്ദേഹം അത് സ്റ്റഡി ചെയ്തത്. അപ്പൊ ഇന്റിമേറ്റ് സോൺ പറയുന്നുണ്ട്, അതായത് ക്ലോസ്, വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. ചിലപ്പോൾ നമ്മുടെ ഫാമിലി, പാരന്റ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. ആ ഒരു സ്പേസ് കാര്യങ്ങൾ വളരെ കുറവായിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഹഗ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ്സ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുക. ആൻഡ് നമ്മുടെ പാരന്റ്സുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അധികം ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതാണ് ആ ഒരു ഇന്റിമേറ്റ് സോൺ ആയിട്ട് നമുക്ക് അതിൽ പറയാനുള്ളത്. ദെൻ പേഴ്സണൽ സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പേഴ്സണൽ സോൺ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് സോഷ്യൽ സോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫോർമൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ നടത്തുന്ന സമയത്ത്, അതിപ്പോ ഓഫീസ് മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്താവാം, അപ്പൊ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു സോഷ്യൽ സോൺ എന്ന് പറയുന്നത്. ആൻഡ് പബ്ലിക് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ അഡ്രസ്സിംഗ് ലാർജ് ഗ്രൂപ്പ്. നമ്മളൊരു ലാർജ് ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ് പബ്ലിക് സോൺ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇന്റിമേറ്റ് സോൺ പറയുന്നുണ്ട്, പേഴ്സണൽ സോൺ, അതുപോലെ തന്നെ സോഷ്യൽ സോൺ ആൻഡ് പബ്ലിക് സോണിലൂടെയാണ് നമ്മൾ 4 സോൺസിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രോക്സിമിക്സ് അല്ലെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ദെൻ ക്രോണമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ലാംഗ്വേജ് ഓഫ് ടൈം ആണ്. അതായത് ക്രോണമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ യൂസ് ആൻഡ് വാല്യൂ ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എത്രത്തോളം ആ ഒരു ടൈം അല്ലെങ്കിൽ വാല്യൂ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോണമിക്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് റിഫ്ലക്ട് ഡിസിപ്ലിൻ, പ്രൊഫഷണാലിസം ആൻഡ് കൾച്ചറൽ ബിഹേവിയർ. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ പ്രൊഫഷണാലിസം ആൻഡ് കൾച്ചറൽ ബിഹേവിയർ കാര്യങ്ങളാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നുണ്ട് മോണോക്രോണിക് ടൈം സിസ്റ്റം. ടൈം ഈസ് സീൻ ആസ് ലിമിറ്റഡ് ആൻഡ് വാല്യൂബിൾ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ അത്രയും ടൈം വളരെ വാല്യൂബിൾ ആയിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും ആൻഡ് ലിമിറ്റഡ് ആയിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ടാസ്ക് ആർ ഡൺ ഓൺ അറ്റ് എ ടൈം. അപ്പൊ ഓരോ ടാസ്കുകളും നമ്മൾ എന്ത് ചെയ്യാണ്, ടാസ്ക് ആർ ഡൺ
വൺ അറ്റ് എ ടൈം ആൻഡ് പഞ്ച്വാലിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും ആളുകൾ ആ ഒരു പഞ്ച്വാലിറ്റി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് ടാസ്കുകളൊക്കെ ഓൺ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ നടത്തുന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറൈവിംഗ് ഓൺ ടൈം ഫോർ എ മീറ്റിംഗ് ഓർ ഇന്റർവ്യൂ. നമ്മളൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ മീറ്റിംഗ് ആവുന്ന സമയത്ത് ഓൺ ടൈമിൽ വരിക. അപ്പൊ ആ ഒരു പഞ്ച്വാലിറ്റി കാര്യങ്ങളാണ് അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ പോളിക്രോണിക് ടൈം സിസ്റ്റം പറയുന്നുണ്ട്. ടൈം ഈസ് ഫ്ലെക്സിബിൾ ആണ് ആൻഡ് മൾട്ടിപ്പിൾ ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സൈമിൾട്ടേനിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് കോമൺ ഇൻ ഏഷ്യൻ ആൻഡ് അറബ് കൾച്ചേഴ്സിലാണ് ഇത് മെയിൻ ആയിട്ടും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് പോളിക്രോണിക് ടൈം സിസ്റ്റം എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് ടൈപ്സ്, അതായത് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പ്രോക്സിമിക്സ് ആൻഡ് ക്രോണമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോക്സിമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് ഓഫ് സ്പേസ് ആണ് അതിൽ സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് പിന്നീട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്രോണമിക്സ് ആണ്. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ വെക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വാല്യൂ കാര്യങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നതാണ് ക്രോണമിക്സ് എന്ന് പറയാറുള്ളത്. ഓക്കെ,